നമസ്കാരം. ഇന്ത്യക്കാരുടെ ദേശീയ വാഹനമായി പ്രഖ്യാപിക്കേണ്ട കാറാണ് മാരുതി സുസുക്കി വാഗണാർ. കാലങ്ങൾക്ക് മുന്നേ അവതരിച്ച മോഡല് ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറായി വിലസണമെങ്കിൽ അതിന്റെ റേഞ്ച് മനസ്സിലാക്കാവുന്നതേയുള്ളൂ. കുറഞ്ഞ വിലയും അപാര മൈലേജും ഇന്റീരിയറിൽ നല്ല സ്പേസും എല്ലാമായി ഇന്ത്യക്കാരുടെ ഫാമിലി കാറായി വാഗണാർ അങ്ങനെ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. ഈ കാലയളവിനുള്ളിൽ 4 തലമുറ ആവർത്തനങ്ങളും ഇതിനുണ്ടായി. ഇക്കഴിഞ്ഞ ദിവസം 6 എയർ ബാഗുകൾ എല്ലാ വേരിയന്റിലും സ്റ്റാൻഡേർഡായി അവതരിപ്പിച്ച് ഹാച്ച്ബാക്ക് ഏവരെയും ഞെട്ടിച്ചിരുന്നു. മാരുതി കാറുകൾക്ക് സേഫ്റ്റി ഇല്ലെന്ന് പറഞ്ഞ് വിമർശിച്ചിട്ടുള്ളവർക്ക് മറുപടിയായാണ് വാഗണാറിലേക്ക് ഇപ്പോൾ 6 എയർ ബാഗുകൾ കമ്പനി ചേർത്തിട്ടുള്ളത്. ഫാമിലി ആവശ്യങ്ങൾക്കായി കാറ് വാങ്ങാനിരിക്കുന്നവരെയും സേഫ്റ്റിക്ക് ഊന്നൽ കൊടുക്കുന്നവരെയുമെല്ലാം കാറിലേക്ക് ആകർഷിക്കാനും ബ്രാൻഡിനാകും. ഹാർടെക് പ്ലാറ്റ്ഫോമും ഉയർന്ന ടെൻസൈൽ സ്റ്റീൽ നിർമ്മാണവും വാഗണാറിന്റെ പ്രത്യേകതയാണ്. 6 എയർ ബാഗുകൾ സ്റ്റാൻഡേർഡായി മാരുതി സുസുക്കി വാഗണാറിലേക്ക് എത്തിയതിനു പുറമെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം, ABS, EBD, സീറ്റ് ബെൽറ്റ് പ്രീ ടെൻഷനറുകൾ, ഫോഴ്സ് ലിമിറ്ററുകൾ, ബസറുള്ള സീറ്റ് ബെൽറ്റ് റിമൈൻഡർ, സ്പീഡ് അലേർട്ട് സിസ്റ്റം, സ്പീഡ് സെൻസിറ്റീവ് ഓട്ടോ ഡോർ ലോക്ക്, റിയർ പാർക്കിംഗ് സെൻസറുകൾ, ചൈൽഡ് പ്രൂഫ് റിയർ ഡോർ ലോക്ക്, ഹിൽ ഹോൾഡ് അസിസ്റ്റ് തുടങ്ങി സേഫ്റ്റി ഫീച്ചറുകളും ഹാച്ച്ബാക്കിൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ വിറ്റഴിയുന്ന കാറുകൾക്കാണ് പൊതുവെ ഇന്ത്യയിൽ ഏറ്റവും റീസെയിൽ വാല്യൂ ഉള്ളതെന്ന് പറയാറുണ്ട്. അങ്ങനെ നോക്കിയാൽ സെക്കൻഡ് ഹാൻഡ് വിപണിയിൽ പോലും നല്ല ഡിമാൻഡാണ് വാഗണാറിനുള്ളത്. തുടർച്ചയായി 2022, 23, 24, 25 സാമ്പത്തിക വർഷങ്ങളിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന കാറാണ് വാഗണാർ. 2024, 2025 കാലഘട്ടത്തിൽ മോഡലിന്റെ 1,98,451 യൂണിറ്റുകൾ വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ട്. ഇന്ന് വരെ 33 ലക്ഷത്തിലധികം വാഗണാർ കാറുകൾ ഇന്ത്യയിൽ മാത്രം വിറ്റഴിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് മാരുതി പറയുന്നത്. ഇന്ത്യക്കാരുടെ ഹൃദയത്തിൽ വാഗണാർ ഒരു പ്രത്യേക സ്ഥാനം വഹിക്കുന്നുണ്ടെന്ന് ഇതിലൂടെ വ്യക്തമാണ്. രസകരമായ മറ്റൊരു കാര്യം എന്തെന്നാൽ ഓരോ 4 വാഗണാർ ഉടമകളിൽ ഒരാൾ അത് വീണ്ടും വാങ്ങുന്നുണ്ട് എന്നതാണ് സത്യം. അതായത് എല്ലാത്തരം ആളുകളെയും തൃപ്തിപ്പെടുത്താൻ ഈ ബജറ്റ് ഫ്രണ്ട്ലി ഹാച്ച് ബാക്കിനാവുന്നുണ്ടെന്ന് സാരം. നല്ല റിഫൈൻമെന്റും നല്ല പെർഫോമൻസും തരുന്ന എഞ്ചിനുള്ള കാറുകൾ തിരയുന്നവർക്ക് വാഗണാർ നല്ലൊരു ഓപ്ഷൻ ആയിരിക്കും. കാരണം 1.0 ലിറ്റർ 3 സിലിണ്ടർ പെട്രോൾ, 1.2 ലിറ്റർ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിൻ ഓപ്ഷനുകളോടെയാണ് മാരുതിയുടെ ഈ ഫാമിലി ഹാച്ച് ബാക്ക് ഇന്ത്യൻ വിപണിയിൽ എത്തുന്നത്. ബേസ് മോഡലുകളിലെ ചെറിയ എഞ്ചിന് 65 bhp കരുത്തിൽ പരമാവധി 89 Nm ടോർക്ക് വരെ നൽകാനാകും. അതേസമയം 1.2 ലിറ്റർ എഞ്ചിനിലേക്ക് വന്നാൽ പലരെയും വിസ്മയിപ്പിക്കുന്ന പെർഫോമൻസ് കണക്കുകളായിരിക്കും കാണാനാവുക. 88 bhp പവറിൽ പരമാവധി 113 Nm ടോർക്ക് വരെ ഉൽപ്പാദിപ്പിക്കുന്ന കിടുക്കൻ യൂണിറ്റാണിത്. ഇതുകൂടാതെ 56 bhp, 82 Nm ടോർക്ക് എന്നിവ നൽകുന്ന CNG വേരിയന്റിലും മാരുതി കാറ് വാങ്ങിക്കാനാകും. ദൈനംദിന ആവശ്യങ്ങൾക്ക് ഒതുങ്ങുന്ന തരത്തിലുള്ള എല്ലാത്തരം പ്രായോഗിക സവിശേഷതകളാലും സമ്പന്നമാണ് വാഗണാർ. ഫ്ലെക്സിബിൾ സ്റ്റോറേജിനായി 60:40 സ്പ്ലിറ്റ് സീറ്റുകൾ, സ്റ്റൈലിഷ് ക്യാബിൻ അനുഭവത്തിനായി ഡ്വൽ ടോൺ ഇന്റീരിയറുകൾ, ഡ്രൈവിംഗ് എളുപ്പത്തിനായി ടിൽറ്റ് സ്റ്റിയറിംഗ്, ഡ്രൈവറെ വിവരങ്ങൾ അറിയിക്കുന്നതിനായി മൾട്ടി ഇൻഫർമേഷൻ ഡിസ്പ്ലേ എന്നിവയെല്ലാം കാറിൽ കമ്പനി ഒരുക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ റിയർ പാർസൽ ട്രേ, ഹീറ്ററുള്ള എയർ കണ്ടീഷനിങ്, ആൻഡ്രോയിഡ് ഓട്ടോ, ആപ്പിൾ കാർപ്ലേ എന്നിവയെ പിന്തുണയ്ക്കുന്ന 17.78 സെന്റിമീറ്റർ ടച്ച് സ്ക്രീൻ ഇൻഫർടൈൻമെന്റ് സിസ്റ്റം എന്നിവയാണ് മാരുതി സുസുക്കി വാഗണാറിൽ മറ്റുപയോഗപ്രദമായ ഫീച്ചറുകൾ. LXi, VXi, ZXi, ZXi+ എന്നിങ്ങനെ 4 വേരിയന്റുകളിൽ വരുന്നതിനാൽ മുടക്കുന്ന പണം വസൂലാക്കുന്ന പ്രായോഗികമായ ഫീച്ചറുകൾ കാറിലുണ്ട്.